السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, അല്ലെങ്കിൽ അത് കിട്ടണമെന്ന് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, അതായത് ദീർഘായുസ്. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ചെറിയ ആയുസാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ മുൻകാല സമൂഹത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നമ്മുടെ ആയുസ് വളരെ ചെറുതാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന സിത്തീന വ സബഈൻ, എൻ്റെ സമുദായത്തിൻ്റെ ആയുസ് 60-70ൻ്റെയും ഇടയിലാണെന്നാണ്. എന്നാൽ അത്തരം ആയുസ് പോലും ജീവിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനുഷ്യരായതുകൊണ്ട് തന്നെ പല നിരക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ പലപ്പോഴും നമ്മളിൽ ചിലരെങ്കിലും ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒരു കാര്യമാണ് മരണം എന്നത്. എന്തെങ്കിലും രോഗം, മാരകമായ രോഗമോ സഹിക്കാൻ കഴിയാത്ത രോഗമോ വരുമ്പോൾ ഒന്ന് ഞാൻ മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ തൂങ്ങി മരിക്കുന്ന ആളുകൾ. ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ മരണത്തെ കൊതിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ദീർഘായുസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. ദീർഘായുസ് കിട്ടുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിഅമത്താണ്. കാരണം ഒരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന് ഈ ഭൂമിയിൽ കുറേ കാലം ജീവിക്കുക എന്നത്, അങ്ങനെ ജീവിക്കുമ്പോൾ അവനിക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ അനുഗ്രഹമാണ് ദീർഘായുസ് എന്നുള്ളത്. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ഖൈറുന്നാസി മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അല്ലെങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘായുസ് കിട്ടി, ഒരുപാട് ആയുസ് കിട്ടി, നന്മകൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടുന്നവരാണ് ജനങ്ങളെ കൂട്ടത്തിൽ അത്യുത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ കുറേ ആയുസ് കിട്ടുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘായുസിനെ കൊതിക്കാത്ത ഒരാളും ഉണ്ടാവില്ല. അപ്പോൾ ദീർഘായുസ് കിട്ടണമെങ്കിൽ, ആയുസ് നീട്ടിക്കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നും അതിന് ഉതകുന്ന നല്ല ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ്. ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ വളരെ സുന്ദരമായ നിലക്ക് അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം, ഒരിക്കലും നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മരണത്തെ നാം കൊതിക്കരുത്. അതിൽ ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിക്കുകയും ചെയ്യുക. നല്ല മനക്കരുത്തോടു കൂടി ജീവിക്കുക. കാരണം അതാണ് നബി തങ്ങൾ പറഞ്ഞത്. നബി തങ്ങൾ പറയുകയുണ്ടായി, ലാ യതമന്നയന്ന അഹദുൻ, നിങ്ങളിൽ നിന്ന് ഒരാളും മരണം കൊതിച്ചു പോകരുത്. ഒരാളും അവനിക്ക് ഇറങ്ങിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവനിക്ക് വന്ന രോഗം കാരണം കൊണ്ടോ കടം കൊണ്ടോ മറ്റോ ഒരിക്കലും മരണം കൊതിച്ചു പോകരുത്. ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയരുത്. ഇനി താങ്ങാൻ കഴിയുന്നില്ല, ഒരിക്കലും ഇനി ജീവിച്ചു പോകാൻ, നല്ല നിലക്ക് ജീവിച്ചു പോകാൻ സാധ്യമല്ല എന്ന് നീ കാണുകയാണെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബ് നമുക്കൊരു ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ വേണമെങ്കിൽ നമുക്ക് ദുആ ചെയ്യാം. അല്ലാതെ ഡയറക്റ്റായി ഞാനൊന്ന് മരിക്കണമെന്ന് ഒരാളും ഒരു മുഅ്മിനായ മനുഷ്യൻ കൊതിച്ചു പോകരുത് എന്നാണ് നബി തങ്ങൾ പറയാണ്. അങ്ങനെ സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ, മരണമല്ലാത്ത മറ്റൊരു മാർഗമില്ല എന്നൊരാൾക്ക് കാണുകയാണെങ്കിൽ അവനിക്ക് പ്രാർത്ഥിക്കാം. എന്താ? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലീ വ അമിത്നി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹുവേ ഞാൻ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, സഹിക്കാൻ കഴിയുന്നില്ല, താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. അതുകൊണ്ട് എനിക്ക് ഹയാത്ത് ഖൈറാണെങ്കിൽ, ജീവിതം ഖൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണം. അതല്ല എനിക്ക് മരണമാണ് ഖൈറെങ്കിൽ അല്ലാഹുവേ വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലീ, മരണം ഖൈറാണെങ്കിൽ എന്നെ നീ നല്ല നിലക്ക് ഈമാനോടെ മരിപ്പിക്കണേ
എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നബി പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഡയറക്റ്റായി റബ്ബേ എന്നെ നീ മരിപ്പിച്ചു കളയണമെന്ന് കൊതിക്കുകയോ മരണം തിരഞ്ഞെടുക്കുകയോ ആത്മഹത്യ പോലെയുള്ളതായിരിക്കുന്ന ഭീകരമായ പ്രശ്നങ്ങളിലേക്ക് കാര്യം ചെന്നെത്തിപ്പിക്കുകയോ ചെയ്യരുത് എന്നതാണ് ഹബീബായ നബി തങ്ങളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രഭാഷണം കേൾക്കുക. ആ ദീർഘായുസ് കിട്ടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഉതകുന്ന നല്ല ഒരു സ്വലാത്ത്, ചെറിയ സ്വലാത്ത്, ആർക്കും ചൊല്ലാൻ പറ്റിയ സ്വലാത്ത്, അത് ഇൻഷാ അല്ലാഹ് കേട്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെ സഫർ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച രാവും പകലും ഒക്കെയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അല്ലേ. ഞാൻ നിങ്ങൾക്ക് അത്ഭുതം നിറഞ്ഞ ഒരു കുഞ്ഞൻ സ്വലാത്ത് പഠിപ്പിച്ചു തരട്ടെ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കും. അതായത് നിങ്ങൾ പെട്ടെന്ന് മരിക്കൂല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ഔദാര്യമെന്നോണം ദീർഘായുസ് ഇട്ട് തരും. അതുമാത്രമല്ല, സാമ്പത്തിക അഭിവൃദ്ധി തരും. ദാരിദ്ര്യത്തിൽ നിന്ന് കാവല് തന്ന് ലൈഫിൽ മൊത്തത്തിൽ ബറക്കത്ത് തരും. അതേതാണപ്പോൾ സ്വലാത്ത്? പഠിച്ചാൽ നമുക്ക് 3000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് അരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ല എല്ലാവരും? ഹാപ്പി ആയിരിക്കണം. പിന്നെ പല ആളുകളും മഴവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഹൈറായ മഴ നൽകി അനുഗ്രഹിക്കട്ടെ. വെള്ളപ്പൊക്കത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, നാച്ചുറൽ കലാമിറ്റീസിൽ നിന്ന് കരുണക്കടലായ നാഥൻ നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം മൊത്തത്തിൽ യാത്രയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തെ പരിചയപ്പെട്ടപ്പോൾ അവർ വല്ലാതെ ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങി. അതിന് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഉസ്താദ് പല ഘട്ടങ്ങളിലും പറയാറുണ്ട് ഈ കുടുംബബന്ധം ചേർക്കണം, കുടുംബബന്ധം ചേർത്തില്ലെങ്കിൽ നമ്മുടെ നിസ്കാരവും നോമ്പ് സക്കാത്ത് ഹജ്ജ് ഒന്നും സ്വീകരിക്കൂല. അതായത് ഇവർ സാമ്പത്തികമായിട്ടൊക്കെ അഭിവൃദ്ധി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ വലിയൊരു തുക, ലക്ഷങ്ങൾ തന്നെ ഒരു വർഷത്തിൽ സക്കാത്ത് കൊടുക്കുന്നവരാണ്. പക്ഷെ അവർ പറയുന്നുണ്ട് ഈ സക്കാത്തൊന്നും സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താണ്? ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബക്കാരിൽ പലരോടും മിണ്ടാൻ ചെല്ലുമ്പോഴും ചിലരൊക്കെ ഞങ്ങളോട് മിണ്ടുന്നില്ല. എന്തൊക്കെയോ വൈരാഗ്യവും അസൂയയും ഒക്കെ ഇങ്ങനെ തലക്ക് പിടിച്ചിട്ടെന്നോണം. ഞങ്ങൾ പണ്ട് മുതലേ പൈസയുള്ള ആളുകളൊന്നും അല്ല കേട്ടോ. എൻ്റെ ഇക്കാക്ക അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങ് കൊടുത്തതാണ്. പക്ഷെ അത് പലർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിലൊക്കെ വല്ലാത്ത വിള്ളൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് മിണ്ടാൻ പോയാലും തിരിച്ച് ഞങ്ങളോട് മിണ്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ശരിക്കും ഇത് ശ്രദ്ധിക്കണം. നമ്മുടെ സ്വലാത്തിലേക്ക് നമുക്ക് വരാം. അതായത് നമ്മൾ എല്ലാവരെയും പരിഗണിക്കേണ്ടത് ഒരേ ഒരു ബോധ്യത്തിലാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഖൽഖുല്ലാ എന്ന ബോധ്യം. ഖൽഖുല്ലാ എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചോൻ്റെ സൃഷ്ടിയാണ് അല്ലേ. ഖൽഖുല്ലാ, അള്ളാൻ്റെ സൃഷ്ടിയോടാണ് ഞാൻ മിണ്ടാൻ പോണത്. എൻ്റെ മൂത്താപ്പാനോട്, എൻ്റെ കൊച്ചാപ്പാനോട് അങ്ങനെയല്ല. ഞാൻ മിണ്ടിയിട്ട് അവർ തിരിച്ച് മിണ്ടിയില്ലല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നൂല. മനസ്സിലായോ? അള്ളാൻ്റെ സൃഷ്ടിയോട് ഞാൻ മിണ്ടാൻ പോണത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ മിണ്ടുന്നു. അവരിഞ്ഞ് തിരിച്ച് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ മിണ്ടാൻ പോയത് അവരിൽ നിന്ന് ചിരി കാണാനോ അവരിൽ നിന്ന് വർത്തമാനം കേൾക്കാനോ ഒന്നുമല്ല. അതാ ഒരു സംഗതി കൽബിയിൽ നിന്ന് മാറ്റണം. എന്ന് മൂത്താപ്പാനോട് പോയി മിണ്ടി നോക്കാം, മൂത്താപ്പാടെ ചിരി കണ്ടാലും അതൊന്നുമല്ല. മൂത്താപ്പാനോട് പോയി ഇന്ന് ഞാൻ മിണ്ടും. കാരണം എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടം അതാണ്. എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ മിണ്ടും. മനസ്സിലായോ? ഞാൻ മിണ്ടിയതോടുകൂടെ റബ്ബിൻ്റെ ഇഷ്ടം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മൂത്താപ്പ എന്നെ സ്നേഹിച്ചാലും എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്കെന്താ? ഡസൻ മാറ്റർ. എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാൻ എൻ്റെ അമ്മായിയമ്മയോട് മിണ്ടും. അമ്മായിയമ്മമാരുടെ സൃഷ്ടിയാണ്? അള്ളാൻ്റെതാണ്. ഞാൻ എൻ്റെ മരുമോളോട് മിണ്ടും. മരുമോൾ ആരുടെ സൃഷ്ടിയാണ്? അള്ളാൻ്റെതാണ്. അപ്പം ഞാൻ മിണ്ടിയതോടുകൂടെ അള്ള എന്നെ ഇഷ്ടപ്പെട്ടു. ഇനി അമ്മായിയമ്മ എന്നോട് മിണ്ടിയാലും അല്ലെങ്കിൽ മരുമോൾ എന്നോട് മിണ്ടിയില്ലെങ്കിലും അതൊന്നും ഇവിടെ ബാധിക്കുന്ന വിഷയം അല്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? പിന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു സംഗതി ഉണ്ടടാ. അതായത് ദുനിയാവിൽ 2 അപകടങ്ങൾ ഇല്ലേ, ദുനിയാവിൽ വലിയ വലിയ അദാബുകൾ ഇറങ്ങാൻ കാരണമാകുന്ന 2 വിഷയങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ നിരന്തര അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ അപകടങ്ങൾ ഇങ്ങനെ ഉണ്ടാകാനായിട്ട് 2 കാര്യങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ്. അതിലൊന്ന് കുടുംബബന്ധം തകർക്കലാന്നാണ്. കുടുംബബന്ധത്തിന് വിലയില്ലാത്ത ആളുകൾ ഇങ്ങനെ കൂടുമ്പോൾ
ഒരുപാട് അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും. ഉരുൾപൊട്ടലുകൾ പെട്ടെന്ന് സംഭവിക്കും, വലിയ ഭൂകമ്പം സംഭവിക്കും, മനസ്സിലായോ? അതിശക്തമായ പ്രളയം ഉണ്ടാകും. അങ്ങനെ പല സംഗതികളും സംഭവിച്ചേക്കാം. അപ്പം അതിൻ്റെ ഒരു കാരണമായിട്ട് പറയണത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താ? കുടുംബ ബന്ധങ്ങളെ തകർക്കലാണ്. യഥാർത്ഥത്തിൽ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ പടച്ചോൻ നമുക്ക് തന്നത് ആ ബന്ധത്തിൻ്റെ രസത്തിലൂടെ അള്ളാഹിനെ അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനുമില്ല. നിനക്ക് കെട്ടിയോളെ തന്നത്, കെട്ടിയോനെ തന്നത്, മക്കളെ തന്നത്, മുത്തപ്പനെ തന്നത്, കൊച്ചാപ്പനെ തന്നത്, മൂത്തുമ്മാനെ തന്നത്, ഇതുവരെയൊക്കെ തന്നത് ആ ബന്ധങ്ങളിലൂടെ അള്ളാഹിനെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ബന്ധങ്ങളൊക്കെ ഒടിച്ചു മുറിച്ച് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ ഏതല്ലാനെ അറിയാൻ പോണത്? മനസ്സിലായോ? ഇനിയിപ്പോൾ അവർ മിണ്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മിണ്ടാൻ പോകുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ അവിടെയും അള്ളാഹിനെ അറിയാനുള്ളൊരു മധുരമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം തകരുമ്പോൾ പ്രകൃതിപരമായ ദുരന്തങ്ങൾ ഇവിടെ സംഭവിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അള്ളാഹിൻ്റെ കാരുണ്യം ഒരുപാട് വർഷിക്കാനുള്ള ഒരു കാരണമായിട്ട് റസൂലുള്ള പറയുന്നത്, ബന്ധങ്ങൾ ചേർക്കുന്നതിൽ ആളുകൾ വ്യാപൃതരായാൽ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് പടച്ചോൻ്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെയൊക്കെ വീടുകളിൽ നമ്മളിങ്ങനെ പിണങ്ങിയിരിക്കുന്ന ആളുകളോട് വെറുതെ ഒന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങോട്ട് വിളിക്കുക. നിങ്ങളറിയാതെ നിങ്ങളുടെ വീട്ടിൽ റഹ്മത്ത് അള്ളാഹ് ഇറക്കിത്തരും. മനസ്സിലായോ? അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നവരെ പോയി നമ്മൾ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പരിഗണന കിട്ടാതെ പോകുന്ന ഒരാളുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതാരാന്നറിയോ? അതായത് ഇപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ, ആ ഉമ്മാനെക്കുറിച്ച് നമ്മൾ ഒരുപാട് മദഹ് പറയാറുണ്ട് ഇല്ലേ? അല്ലെങ്കിൽ എടാ അമ്മായിയമ്മേനോട് മാന്യമായിട്ട് പെരുമാറണം എന്നൊക്കെ ഭാര്യയോട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാൽ അങ്ങനെ പരിഗണന കിട്ടാതെ പോകുന്ന ഒരു അമ്മായിയമ്മയുണ്ട്. അതാരാ? അത് ഭാര്യയുടെ ഉമ്മയാണ്. ഭർത്താവിൻ്റെ ഉമ്മയുടെ മഹത്വം എന്താണോ അതേ മഹത്വം തന്നെയാണ് ഭാര്യയുടെ ഉമ്മക്കുള്ളത്. മനസ്സിലായോ? ഭാര്യയോട് നിൻ്റെ ഉമ്മാനെ എങ്ങനെയൊക്കെ നോക്കാൻ പറയുന്നുണ്ടോ അതുപോലെ അവളുടെ ഉമ്മാനെ നീയും നോക്കണം. ആ ഉമ്മാക്ക് ഇടയ്ക്കിടയ്ക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണം. ആ നല്ലൊരു പെരുന്നാൾ ദിവസമൊക്കെ വരുമ്പോൾ നിൻ്റെ ഉമ്മാക്ക് കൊടുക്കണം എന്തായാലും. ആ കൂട്ടത്തിൽ ശരിക്കും നല്ല ഉമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മോനോട് പറഞ്ഞു കൊടുക്കണം, എടാ അവക്കടെ ഉമ്മാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണം കേട്ടാ, അവർക്ക് പെരുന്നാളിന് നീ എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുമ്പോൾ അവർക്ക് എടുത്തു കൊടുക്കണം കേട്ടാ. എത്ര അമ്മായിയമ്മമാർ പറയാറുണ്ട് അങ്ങനെ, എത്ര പേര് പറയാറുണ്ട്. മോനെ നിൻ്റെ ഉമ്മയാണത്. ആ ഉമ്മയെ നീ വേദനിപ്പിച്ചിട്ട് എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും എത്ര ഹജ്ജ് ചെയ്താലും ഒരു കാര്യമില്ല, പടച്ചും കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. നിങ്ങളുടെ സ്വന്തം ഉമ്മാനെ കാണാൻ പോലും വിടാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്. എത്ര ദുഷ്ടത്തരാണത്, എത്രമേൽ ക്രൂരതയാണ്. എന്നിട്ട് നിൻ്റെ ഉമ്മാനെ നോക്കാൻ അവളോട് നീ പറയാം, അതെത്രമേൽ വിരോധാഭാസാണടാ ഇല്ലേ? മോശമല്ലേ അത്? മോശമല്ലേ? അത്രമേൽ വൃത്തികെട്ട സ്വഭാവം വേറെ ഏതാ ഉള്ളത്? ഒരു ബന്ധം തകർത്തുകൊണ്ട് മറ്റൊരു ബന്ധം ചേർക്കാൻ നോക്കല്ല, രണ്ടും ഭംഗിയാകട്ടെ. അവളുടെ ഉമ്മാനെ നീ നോക്കുക, നിൻ്റെ ഉമ്മാനെ അവളും നോക്കുക. എന്ത് രസമുണ്ടത് എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉമ്മാനെ നീ നോക്കണ്ടെന്നല്ല കേട്ടോ. യഥാർത്ഥത്തിൽ മക്കൾക്കാണ് സ്വന്തം ഉമ്മാനെ നോക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും ഒക്കെ. മറ്റതൊരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിഗണനയാണ്. അപ്പോൾ നിൻ്റെ ഉമ്മാനെ അവൾ കൂടുതൽ പരിഗണിക്കട്ടെ, അവളുടെ ഉമ്മാനെ നീയൊന്ന് പരിഗണിച്ച് നോക്കി. അപ്പം നിങ്ങൾക്കിടയിൽ പ്രണയം ഇങ്ങനെ മുട്ടിടുന്നത് ആസ്വദിക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി അവിടുന്ന് ആ ഭാര്യയുടെ ഉമ്മയുടെ പ്രാക്കൊക്കെ കിട്ടിയണ്ടല്ലോ, വലിയ പ്രശ്നമാണ്. നിൻ്റെ ഉമ്മ നിന്നെ ശപിക്കുന്നതിന് തുല്യമാണത്, വലിയ അപകടമാണത്. മനസ്സിലായോ? ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഒരു സദസ്സിലിരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ കുടുംബ ബന്ധം ചേർത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോലെ അല്ലല്ലോ, അവർ ഈമാനുള്ളവരല്ലേ, സ്വഹാബത്തല്ലേ. അപ്പോൾ ഒരു സ്വഹാബി വേഗം എഴുന്നേറ്റിട്ട് കുഞ്ഞുമ്മാടെ അടുത്തേക്ക് പോകാൻ ഉമ്മയുടെ സഹോദരിയുടെ അടുക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് തന്നെ കേട്ടോ. അപ്പോൾ ചോദിച്ചു, മോനെ എനിക്ക് പൊരുത്താണ്, എന്താ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് അബൂ ഹുറൈറയോട് ചോദിക്കണം കേട്ടോ കാര്യം പറഞ്ഞപ്പോഴേ. അങ്ങനെ ഈ സ്വഹാബി വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അബൂ ഹുറൈറ എന്താണ് അങ്ങനെ പറയാൻ കാരണം? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബിതങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുടുംബബന്ധം മുറിച്ച ഒരാളുള്ള ഒരു സദസ്സിലേക്ക് പടച്ചോൻ്റെ കാരുണ്യം ഇറങ്ങൂല, അവിടുത്തെ ദുആ സ്വീകരിക്കൂല. മനസ്സിലായി? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ ദുആ അല്ലാഹ് സ്വീകരിക്കൂല. അപ്പം അങ്ങനെ കുടുംബബന്ധം മുറിക്കുന്ന ആൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലിരുന്ന് നമ്മൾ എന്ത് ദുആ ഇരുന്നാലും ദുആ അല്ലാഹ് എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. അത്രമേൽ അല്ലാഹ്ക്ക് വെറുപ്പായി മാറും. അപ്പോൾ എത്ര ഡേഞ്ചറാണത്, എത്രമേൽ ഡേഞ്ചറാണ്. പിന്നെ കുടുംബബന്ധം ചേർത്താൽ നമുക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണത്? ഒന്ന്, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദീർഘായുസ് വേണോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സമ്പത്തിൽ ബർക്കത്ത് വേണോ? അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയെ വേണം ഇല്ലേ, നമുക്ക് വേണ്ടേ, ദീർഘായുസും വേണം സമ്പത്തിൽ ബർക്കത്തും വേണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുടുംബബന്ധം ചേർത്തോ. കുടുംബബന്ധം ചേർത്താൽ നിങ്ങൾക്ക് ആയുസ്സിൽ ബർക്കത്തുണ്ടാകും, സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. ഇല്ലെങ്കിലോ ആയുസ് ചുരുങ്ങും, സമ്പത്ത് ചുരുങ്ങും. മൊത്തത്തിൽ ജീവിതത്തിലൊരു ഇടുക്കം,
മൊത്തത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ ഇടുങ്ങി പോകണം, ഒന്നിനും തികയണില്ല, പൈസയില്ല, ആയുസ് ഇങ്ങനെ കുറഞ്ഞു, എപ്പോഴും രോഗം. അതിൻ്റെ ഒരു മർമ്മപ്രധാന കാരണമാണ് നിങ്ങളുടെ കുടുംബബന്ധം, ആ ബന്ധത്തിലുള്ള തകർച്ച. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ കുടുംബബന്ധം മനോഹരമാകാൻ, അതായത് മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹം തോന്നാൻ ഒരു സ്വലാത്തുണ്ട്. മഹാനായ യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ചെറിയൊരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയാലും നിങ്ങൾ കുടുംബബന്ധം ചേർക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം ഈ സ്വലാത്ത് ചൊല്ലിയാൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്വലാത്തിൻ്റെ പൊരുൾ അറിഞ്ഞു ചൊല്ലണം. മനസ്സിലായോ? അപ്പോൾ കുടുംബബന്ധം ചേർക്കാൻ നിൽക്കുക, നിങ്ങളിങ്ങനെ കുടുംബബന്ധം ചേർക്കുക, കൂട്ടത്തിൽ ഈ സ്വലാത്തും ചൊല്ലുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരോടാണോ ബന്ധം ചേർക്കുന്നത് അവരുടെ കൽബിൽ നിങ്ങളോട് സ്നേഹം തോന്നും. ഏതാണ് ആ സ്വലാത്ത്? സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. ഉണ്ടോ? ഒരിക്കൽ ഹസൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ വരികയാണ്. നബിയെ, ഞാൻ സ്വർഗത്തിലൊരു കൊട്ടാരം കണ്ടു. എന്താ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത? അത് പിണങ്ങി നിൽക്കുന്നവരിൽ ആദ്യം പോയി മിണ്ടുന്നവർക്കുള്ളതാണ് ആ കൊട്ടാരമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിണങ്ങി നിൽക്കുന്നവരിൽ ആദ്യം പോയി മിണ്ടുന്നവർക്കാണ്. അപ്പോൾ ഈ സ്വലാത്ത് നിങ്ങൾ ധാരാളം ചൊല്ലുക. ബന്ധം ചേർക്കുന്നതോടൊപ്പം ഈ സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ പൊരുളറിഞ്ഞ് ചൊല്ലുമ്പോൾ അള്ളാഹു നമുക്ക് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് കാവൽ തരും, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ തരും, സാമ്പത്തികമായ അഭിവൃദ്ധി തരും. ഇതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത്? സെറ്റല്ലേ, നമ്മുടെ ലൈഫ് അടിപൊളിയല്ലേ? ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി മാത്രമല്ല, മക്കളിലും കച്ചവടത്തിലും ജോലിയിലും എല്ലാ മേഖലയിലും സമാധാനം തന്ന് പടച്ചോ നമ്മൾ ഏറ്റെടുക്കും. ഒരു 11 തവണ ചൊല്ലിക്കേ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി വൽ അസ്ഹാബി സല്ലം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.